നമസ്കാരം. ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മൾ ധർമ്മശാസ്താവിനെ അനുസ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. ശാസ്താവും അയ്യപ്പനും ഒരാളാണോ? ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ടെക്നോ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു കാര്യവട്ടത്തിനും അപ്പുറത്താണെന്ന് തോന്നുന്നു ഒരു ധർമ്മശാസ്താ ക്ഷേത്രമുണ്ട്. അവിടെ ഭഗവാൻ രണ്ട് വശത്തും രണ്ട് പത്നിമാരോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പം ധർമ്മശാസ്താവാണ് ഹരിഹരപുത്രനായിട്ടുള്ള ശാസ്താവ്. ആ ശാസ്താവായിട്ടാണോ നമ്മൾ അയ്യപ്പനെ കണക്കാക്കേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ താന്ത്രിക വിധി പ്രകാരമുള്ള മലയരന്മാരുടെ പൂജ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. കാനന ക്ഷേത്രമാണത്. അവിടെ നിങ്ങൾ ചാത്തനൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ശാസ്താവ് എന്നുള്ളതിൽ ഇല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ദ്രാവിഡ കുലത്തിൻ്റെ ദൈവമായിരുന്നു ചാത്തനും കാളിയുമൊക്കെ. അവിടെ ഇരിക്കുന്ന മാളികപ്പുറത്തമ്മ കാളിയുടെ രൂപം തന്നെയാണ്. പിന്നെ കഥകളുണ്ടാക്കി നമുക്ക് അതിനെ വേറെ മഹത്വവൽക്കരിച്ച് അത് ഒരു തന്ത്രി കുടുംബത്തിനെയോ ബ്രാഹ്മണ രീതിയിലുള്ള പൂജയിലേക്കോ മാറ്റുമ്പോൾ വളരെയധികം അനർത്ഥങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം അവിടെ കുടികൊള്ളുന്ന മൂർത്തി, ആ മൂർത്തിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പൂജാക്രമങ്ങൾ നടക്കുമ്പോൾ അത് അനർത്ഥങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ മൂർത്തിക്ക് സ്വർണ്ണമൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിക്ക് കാട്ടുവിഭവങ്ങളും കാട്ടിലുള്ള ചെടികളും കാട്ടുപൂക്കളുമായിരിക്കും ആഗ്രഹം. നമ്മളങ്ങനെ ആ സമാധിസ്ഥനായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ എന്തിനാണ് ഈ സ്വർണം കൊണ്ട് പൊതിയുന്നത്? ഇപ്പോൾ വിജയം വലിയ സ്വർണം പാളികളുണ്ടാക്കിയെന്നോ ഇത് ക്ഷേത്രപാലകന്മാർക്ക് സ്വർണം പൂശിയെന്നും സ്വർണം പാളി പതിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയെല്ലാം അതെല്ലാം ആവശ്യമുള്ളവർ രാജാതിരാജന്മാർ അത് കട്ടുകൊണ്ട് പോവുകയും ചെയ്തു. അതുവരെ തെറ്റാണ്. നോക്കൂ, മലയരന്മാരായാലും ഗോത്രവർഗ്ഗക്കാരായാലും നമ്മൾ ക്ഷത്രിയരായാലും ബ്രാഹ്മണരായാലും ദ്രാവിഡരായാലും ഒക്കെ പൂജിക്കുമ്പോൾ ഭഗവാന് നൽകുന്ന ഒരു പൂവ് പോലും അവിടെ നിന്ന് മോഷ്ടിക്കാൻ പാടില്ല. അതങ്ങനെയാണ്. കാരണം നമ്മൾ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നതായിരിക്കും. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരാളുടെ കൈ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു. അയാൾക്കത് തുന്നിച്ചേർത്തതിന് ശേഷം അയാൾ സ്വർണ്ണ കൈയാണ് അവിടെ നൽകിയത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത പലരും ഒത്തിരി അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ അയ്യൻ്റെ മുന്നിൽ വന്ന് അയ്യാ ശരണം, അതാണ് അവരുടെ വിളി. അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, ശരണം ശരണം ശരണം, ധർമ്മം ശരണം ഗച്ഛാമി. ഇതെവിടെയാണ് നമ്മൾ കേൾക്കുന്ന? ബുദ്ധമതത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ, ആ സമാധിസ്ഥനായിരിക്കുന്ന ഭഗവാനെ, ആ ബ്രഹ്മചര്യത്തോടു കൂടി ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ സ്വർണം കൊണ്ട് മൂടുന്നതും ആ സ്വർണം മോഷ്ടിക്കുന്നതും? അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്? ഏത് ക്ഷേത്രത്തിലും തന്ത്രിക്ക് ഒരു പ്രത്യേക ധർമ്മം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തന്ത്രി അവിടെ നിൽക്കാറില്ല. ഞാൻ പല അമ്പലങ്ങളിലും കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള അമ്പലങ്ങളിലും മറ്റും ചാമുണ്ഡി ക്ഷേത്രത്തിലും ഒക്കെ തന്ത്രിമാരുണ്ട്. തന്ത്രിമാരവിടെ നിൽക്കാറില്ല. അവിടെ പൂജാരിയാണ് നിൽക്കുന്നത്. ഈ തന്ത്രി എന്തിനാണ് അവിടെ കെട്ടി നിൽക്കുന്നത്? അത് തന്നെ അറിയില്ലേ അയാളുടെ കള്ളത്തനത്തിൻ്റെ കാര്യം? അതുകൊണ്ട് അയാളുടെ അറസ്റ്റിലൊന്നും ഇവിടുത്തെ ഹിന്ദുജനങ്ങൾ ഒരു രീതിയിലും പ്രതികരിക്കരുത്. യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ തന്ത്രിയുടെ അറസ്റ്റിന് ആഹ്ലാദിക്കുക വേണം ചെയ്യാൻ. തെറ്റ് ചെയ്യുന്നവൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചല്ലേ തീരൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ഇനി അത് മുൻപോട്ട് പോകേണ്ടതായിട്ടിരിക്കുന്നു. അയ്യൻ്റെ വസ്തുക്കൾ കട്ടവനൊന്നും നേരെ പോകില്ല. അയ്യൻ്റെ മലയിൽ, അതായത് അവിടെ ബ്രഹ്മചാരിയായിരിക്കുന്ന അയ്യൻ്റെ മലയിൽ, മലയാചാരപ്രകാരമുള്ള ഒരു ദൈവമാകട്ടെ ദ്രാവിഡ പ്രകാരമുള്ള ദൈവമാകട്ടെ ആരും അവിടെ ആ തത്വമനുസരിച്ചിരിക്കുന്ന ഒരാളിൻ്റെ അവിടെ ഒരു നിയമാവലി ഉണ്ടെങ്കിൽ, അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ മുതൽ 50 വയസ്സിന് താഴെ, അതായത് മെനോപോസ് ആകുന്നത് വരെയുള്ള ആ സ്ത്രീകൾ കടക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് പാലിച്ചുകൂടാ? എന്തിനാണ് ഓടി അവിടെ തന്നെ പോകുന്നത്? ഏതെല്ലാം ക്ഷേത്രങ്ങളുണ്ട് നിങ്ങൾക്ക് പോകാൻ? പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, അതല്ലെങ്കിൽ അച്ചൻകോവിൽ ക്ഷേത്രമുണ്ട്, പിന്നെ വേട്ടയ്ക്കൊരു മകൻ അമ്പലമുണ്ട്. എത്രയെല്ലാം അമ്പലങ്ങളുണ്ട്. ശാസ്താവിനെയാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് അമ്പലത്തിൽ ചെന്നാലും അവിടെ ഉപദേവതയായിട്ട് ശാസ്താവുണ്ടാവും. അവിടെ ചെന്ന് തൊഴുതാൽ പോരെ? അവിടെ നിങ്ങൾക്ക് നീരാഞ്ജനം ചെയ്താൽ പോരെ? എന്തിനാ ഇതിൻ്റെ മുകളിൽ തന്നെ കയറണം?
അതൊക്കെ ചെയ്തത് മഹാ അപരാധമാണ്. ഏത് മതമോ ആവട്ടെ, ഇപ്പം മുസ്ലിം മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമോ ഏത് മതമോ ആവട്ടെ, അവരാചരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് നിയമാവലികളുണ്ടാവും അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത്. അതിനെതിരായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ സാധാരണ ആണുങ്ങളുടെ കൂടെ സ്ത്രീകളെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇനി നാളെ നിങ്ങൾ അങ്ങനെ പറയുമല്ലോ, നവോത്ഥാന നായകന്മാർ അവിടെ അങ്ങനെ വേണമെന്ന്. ചിലപ്പോൾ അങ്ങനെ ഒരു ആവശ്യവും ഉയർന്നു എന്ന് വരാം. അപ്പോൾ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പിന്നെ എല്ലാവർക്കും മേക്കിട്ട് കയറാവുന്ന ഒരു വർഗമായിട്ട് മാറിയല്ലേ ഹിന്ദു. അതുകൊണ്ട് അവരുടെ പുറത്ത് എങ്ങനെയും കയറാം. ഹിന്ദുവിൻ്റെ ദേവസ്വം വസ്തുക്കൾ, ദേവൻ്റെ വസ്തുക്കൾ അത് അന്യാധീനപ്പെട്ടു പോകാം, അത് മോഷ്ടിക്കപ്പെടേണ്ടതാണ്. കാരണം ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസങ്ങളുടെയും അടിമത്തത്തിൻ്റെയും മതം എന്ന രീതിയിലാണ് നിങ്ങൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഷ്ടിക്കണം, ഇനിയും മോഷ്ടിക്കണം. ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമെങ്കിൽ പോവുക. ഇനി അയ്യപ്പൻ ഈ ഇരിക്കുന്ന അയ്യപ്പനാണോ എന്നുള്ളത് നമുക്കറിയില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഏറ്റുമാനൂരപ്പൻ ഉണ്ടല്ലോ, 7 പൊന്നാന, അത്രയും മോഷ്ടിക്കണം കേട്ടോ. അത് കൂടുതലും ചെയ്യരുത്. കന്യാകുമാരി ദേവിയുടെ മൂക്കുത്തി, അത് യഥാർത്ഥത്തിലുള്ള ആ വൈരമൂക്കുത്തി തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? അതും നമുക്കറിയില്ല. ഇനിയും ഉണ്ട് അമ്പലങ്ങൾ, ഇഷ്ടംപോലെ ഉണ്ട് അമ്പലങ്ങൾ. അവിടെ ദേവൻ്റെയും കഴുത്തിൽ കിടക്കുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിക്കും. അതുപോലെ തന്നെ ഭണ്ഡാരപ്പെട്ടി തുറന്ന് മോഷ്ടിക്കും. അതിൻ്റെയൊക്കെ പുറകിൽ ഭരണകൂടം, ഏത് ഭരണകൂടമാണെങ്കിലും, അതിനെപ്പറ്റി പ്രത്യേക പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഇതുവരെ കേരളം ഭരിച്ച ഏത് ഭരണകൂടമാണെങ്കിലും അതിലൊക്കെ അതിന് കൈയുണ്ട്. ഇനി നമുക്ക് തോന്നും, തിരുവനന്തപുരം BJP പിടിച്ചെടുത്തു, ഇനി BJP നമ്മുടെ ഭരണത്തിൽ വരും. അതൊക്കെ കുറച്ച് സ്വപ്നങ്ങൾ മാത്രമാണോ, അതിലോ നമ്മൾ മാനത്ത് കിട്ടുന്ന കൊട്ടാരമാണോ എന്നൊരു ചെറിയ സംശയം കൂടെ എനിക്കുണ്ട്. കാരണം ഇവിടെ ഒരു ടെക്നോക്രാറ്റിനെ ആണ് നമ്മുടെ സംസ്ഥാനത്തിൽ നേതാവായിട്ട് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ജനങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. ആ തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പാക്കി ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചെടുത്തു. കുറേ ഇടങ്ങളിലൊക്കെ BJP വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതിലെ പ്രധാന നേതാക്കൾ എവിടെ പോയി? കുമ്മനം രാജശേഖരൻ എവിടെ? ശോഭാ രാജേന്ദ്രൻ എവിടെ? ശോഭാ സുരേന്ദ്രൻ എവിടെ? സുരേന്ദ്രൻ എവിടെ? മുരളീധരൻ എവിടെ? ഇവരെയൊന്നും കാണാനില്ലായിരുന്നല്ലോ. അപ്പോൾ ആ പ്രധാന നേതാക്കൾ ആജീവനാന്തം ഇതിനു വേണ്ടി മാത്രം പണിപ്പെട്ടിരുന്ന ചില നേതാക്കളെ മാറ്റി നിർത്തുമ്പോൾ അത് കേരള ഭരണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരെ സഹായിക്കില്ല. അതുകൊണ്ട് BJPയുടെ കാര്യം നമുക്ക് നോക്കണ്ട. ചിലപ്പോൾ 1-2 സീറ്റ് കിട്ടിയാലായി. ഞാൻ അവരെ കുറ്റം പറയുകയില്ല, ഇനിയും അവർക്ക് മാറാൻ സമയമുണ്ട്. പിന്നെ കോൺഗ്രസ് ആണെങ്കിലും, കോൺഗ്രസ്സിലും ചിലരൊക്കെ അവർ വിശ്വാസികളാണ്, അതുകൊണ്ട് ഇത്രയും അധികം തട്ടിപ്പ് നടക്കില്ല. എങ്കിലും പണം കയ്യിൽ കിട്ടുമ്പോൾ ആർക്കും പൊളിക്കില്ല കേട്ടോ. അതുകൊണ്ട് അഴിമതി ഏറ്റവും കൂടുതൽ നടന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ സമയത്ത് തന്നെയായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെ ഖദർധാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. ഒരു ഭരണകാലത്ത്, ഉമ്മൻചാണ്ടിയുടെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി നമ്മുടെ കേരളം ഭരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? പിന്നെ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുക. ഹിന്ദുക്കളായിട്ടുള്ളവർക്ക്, ക്രിസ്ത്യാനികൾക്ക് കെട്ടുറപ്പുണ്ട്, മുസ്ലിംസിനും കെട്ടുറപ്പുണ്ട്. പക്ഷേ കെട്ടുറപ്പില്ലാതെ അയഞ്ഞു കിടക്കുന്ന ഈ ഹിന്ദു സമൂഹം, നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്താണ് വേണ്ടത്? നിങ്ങൾക്കും ജീവിക്കണം, നിങ്ങളുടെ വരും തലമുറകൾക്കും ജീവിക്കണം, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിനെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ചെയ്യുക.